പ്രിയമുള്ളവരെ, വചനജ്വാല 1172 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 15 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം 16 അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജോബിന്റെ മറുപടി. ജോബ് പറഞ്ഞു, ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത്? നീ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു. നിനക്കെതിരെ സംസാരിക്കാനും നിന്നെ പരിഹസിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു. സ്വാന്തന വാക്കുകൾ കൊണ്ട് നിന്റെ വേദന ലഘൂകരിക്കുമായിരുന്നു. ഞാൻ സംസാരിച്ചത് കൊണ്ട് എൻ്റെ വേദന ശമിക്കുന്നില്ല. മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല. ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ്. എൻ്റെ സ്നേഹിതന്മാരെയും അവിടുന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്നെ എല്ലും തോലും ആക്കിയിരിക്കുന്നു. അതെൻ്റെ മുഖത്ത് നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവിടുന്ന് എന്നെ വെറുക്കുകയും തന്റെ ക്രോധത്തിൽ എന്നെ ചിന്തിക്കളയുകയും ചെയ്തു. അവിടുന്ന് എന്റെ നേരെ പല്ലിറുമ്മി ശത്രു എന്നെ തീക്ഷ്ണമായി നോക്കുന്നു. മനുഷ്യർ എന്റെ നേരെ വായ്പിളർന്നു. അവർ ഗർവോടെ എന്റെ മുഖത്തടിച്ചു. എനിക്കെതിരെ അവർ സംഘം ചേരുന്നു. അധർമ്മികൾക്ക് അവിടുന്ന് എന്നെ വിട്ടുകൊടുക്കുന്നു. ക്രൂരന്മാരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു. അവിടുന്ന് എന്നെ തകർത്തു. അവിടുന്ന് എന്റെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് ചിതറിച്ചു. അവിടുന്ന് എന്റെ നേരെ ഉന്നം വെച്ചിരിക്കുന്നു. അവിടുത്തെ വില്ലാളികൾ എന്നെ വളയം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്റെ ആന്തരാവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു. അവിടുന്ന് എന്റെ ചിത്തനീരെ ഒഴുക്കിക്കളയുന്നു. അവിടുന്ന് എന്നെ ആവർത്തിച്ച് മർദ്ദിച്ചു തകർക്കുന്നു. പടയാളിയെപ്പോലെ അവിടുന്ന് എന്റെ മേൽ ചാടി വീഴുന്നു. ശരീരത്തിന് ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു. എന്റെ നെറ്റി പൊടിയിൽ ആണ്ടിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് എന്റെ മുഖം ചുമന്നു. എന്റെ കൺപോളകളിൽ അന്ധകാരം കൂടിയിരിക്കുന്നു. എന്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഭൂമി എന്റെ രക്തം മറച്ചു കളയാതിരിക്കട്ടെ. എൻ്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന് മുമ്പിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവാദം നടത്തട്ടെ. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നു പോകും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദ പാരംഗതനുമായ മഹാനായ വിശുദ്ധ ആൽബർട്ടിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ തോമസ് അക്വിനീസിന്റെ ഗുരുവായ വിശുദ്ധ ആൽബർട്ടിനെ സമകാലീനർ പോലും മഹാൻ എന്നാണ് വിളിച്ചിരുന്നത്. 1206 ജർമ്മനിയിലെ ബവേറിയയിൽ ജനനം. പാദുവ സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് ഡൊമിനിക്കൻ സഭയിൽ ചേർന്നത്. പഠനത്തിൽ പിന്നോക്കമായിരുന്ന ആൽബർട്ട് ദേവമാതാവിന് തന്നെ സമർപ്പിച്ച് പഠനം തുടർന്നു. പിന്നീട് വൻ വിജയമായിരുന്നു.
സാർവത്രിക വിജ്ഞാന ഡോക്ടറായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. പ്രകൃതിശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങൾ തത്വശാസ്ത്രവുമായി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. 20 കൊല്ലമെടുത്ത് എഴുതി തീർത്ത വിജ്ഞാന വിക്ഷേപം ഇതിന് ഉദാഹരണമാണ്. വിശുദ്ധ കുർബാനയോടും മാതാവിനോടും ഭക്തിയുണ്ടായിരുന്ന ആൽബർട്ടിനെ ദൈവം ഡൊമിനിക്കൻ പ്രൊവിൻഷ്യലും റാറ്റിസ്ബനിലെ മെത്രാനുമായി ഉയർത്തി. വിനീതനായ ഡൊമിനിക് ചെയ്തിരുന്നത് കാൽനടയായിട്ടാണ് യാത്രകളൊക്കെ ചെയ്തിരുന്നത്. 74 വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മെത്രാനും വേദപാരംഗതനുമായ മഹാനുമായ വിശുദ്ധ ആൽബർട്ടിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു.